ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ കുറേ ദിവസമായി യൂട്യൂബിൽ ലോങ് വീഡിയോസ് ഇട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മെല്ലെ ഇടാന്ന് ചെറുതായിട്ട് ഇങ്ങനെ പ്ലാൻ ഉണ്ട്. ഇനിയിപ്പോൾ പ്ലാന് തട്ടി മാറുമെന്ന് അതെനിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ അത്താഴത്തിന് നീച്ച് വന്നിട്ട് ഇതാ ചോറ് വയ്ക്കുകയാണ്. ഈ നേരത്തെ ചോറ് വയ്ക്കാൻ ഇരുന്നാലും പോകൂല, പക്ഷെ വെച്ചിട്ടില്ലെങ്കിൽ ആവൂല പറഞ്ഞ മാതിരി ഞാനോട് കെട്ടിയോന് ഇതാ ചോറ് വയ്ക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കെട്ടിയോന് പിന്നെ വാങ്ങി കൊടുക്കണതിന് ഒരു 5 മിനിറ്റ് മുന്നേ വരുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് ചോറ് തന്നെ കേട്ടോ ഞാൻ എടുക്കുള്ളൂ. കാര്യമായിട്ട് വെള്ളാക്കാരം കുടിക്കുക. ഞാൻ ചെറുപ്പത്തിലുണ്ടായിരുന്നു ഈ ബാങ്ക് കൊടുക്കണവരെയും വെള്ളം കുടിച്ചിരിക്കും കേട്ടോ. ആ ഒരു ശീലം എപ്പോഴും ഉണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കണവരെയും ഒരു കോപ്പ വെള്ളം എടുക്കും, എന്നിട്ട് അത് അങ്ങനെ കുടിച്ചിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞങ്ങളെ ഉമ്മ ആദ്യം ഫുഡ് കഴിച്ച് പോകും കേട്ടോ. ഉമ്മ നേരത്തെ നീക്കും. ഞാനൊരു 5:30 തരാം, ഒരു 4:30 4:45 ആ ടൈമിലാണ് നീക്കുള്ളൂ. എൻ്റെ കെട്ടിയവന് 5 മണിക്കേ നീക്കുള്ളൂ കേട്ടോ. അപ്പം ഉമ്മയുടെ ചോറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇപ്പം അതാ ഞങ്ങൾ രണ്ടാൾ ചോറ് ഇതൊക്കെ കഴിഞ്ഞ് ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം കിച്ചണൊക്കെ ഒന്ന് ക്ലിയറാക്കി വൃത്തിയാക്കി ഇട്ടുട്ടോ. പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ ലെവലാക്കി ഇട്ടു. ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് പാത്രം കഴുകാൻ വെച്ചിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ അതാ നിസ്കരിക്കണം കേട്ടോ. അപ്പോൾ അതാ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം ഇനി നമുക്ക് മോളത്തെ പരിപാടിയാണ് കേട്ടോ. അധികം പറഞ്ഞാൽ അധികേറും ഇക്കുറി നോമ്പിന് ഞാൻ കടന്നിട്ടേ അല്ല. അത്താഴം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റെ പണികൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇത്ര നേരത്തെ എന്തിനാ പണികൾ എടുക്കണമെന്ന് വെച്ചാൽ വെയിൽ ആവണേം കാട്ടി മുന്നേ ഓരോരോ പണികൾ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാമല്ലോ, അത് കരുതിയിട്ടാട്ടോ. അപ്പോൾ പിന്നെ മെല്ലെ ആക്കം പോലെ പണികളെടുക്കാമെന്നും കരുതി കേട്ടോ. അങ്ങനെ ഇതാ മോളത്തെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ അധിക ടൈമിലും ആദ്യമോനിൻ്റെ ഒപ്പം അത്താഴത്തിന് നീക്കുമ്പോൾ തന്നെ നീക്കലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇവൻ എന്താ ഇങ്ങനെ നീക്കാത്തത് ഞാൻ ആലോചിച്ച് തുടക്കിയിരുന്നു. ആ ടൈമിലാണ് അടിയിൽ നിന്ന് ഇങ്ങനെ കരയുന്ന സൗണ്ട് കിട്ടിയത്. അതിലിതാ പിന്നെ പോയി ഓനെ എടുത്തുവിടുന്ന് ഓനെ കുറേ മടിയിലൊക്കെ ഇരുത്തി ഒന്ന് ലെവലാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഓനെ കട്ടുമ്മ ഇരുത്തിയിട്ടോ. എന്നിട്ടൊരു ഇസ്തിരിപ്പെട്ടിയും കൈ കൊടുത്തിട്ടുണ്ട്, ഇതോട്ട് കളിച്ചിരുന്നോന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ ഓനെ അവിടെ ഇരുത്തിയിട്ട് ഇനി ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് സമാധാനമാവും. പിന്നെ ഈ മോൾക്ക് വരണ്ടല്ലോ, മോളത്തെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കഴിഞ്ഞ് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ മുകൾ നേരാക്കാണ്ട് എന്നുള്ളൊരു ചിന്ത വരൂലല്ലോ എന്തായാലും. അങ്ങനെ ഇതാ അവിടെ ഹാളും സിറ്റൗട്ടും റൂമും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് ബാത്റൂമൊക്കെ കഴുകിയിട്ടാണ്. ഇനിയിപ്പോൾ അതാ എൻ്റെ ആദ്യമോനെ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യണ സ്ഥലമാണ്. അപ്പോൾ ഓൻ്റെ പമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത് വൃത്തിയാക്കി. അതിൻ്റെ ഇടയിൽ ബ്രദറിന് മെസ്സേജ് അയക്കട്ടോ. ഇപ്പോൾ ഫുള്ള് യുദ്ധവും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ ആണുങ്ങളൊക്കെ ഇപ്പോൾ അന്യനാട്ടിൽ കൂടെ അല്ലേ, ഒരു സമാധാനമല്ലല്ലോ. അപ്പോൾ പിന്നെ ഓർക്ക് രണ്ടാക്കും വിളിച്ചപ്പോഴും മെസ്സേജ് അയച്ചപ്പോൾ കുഴപ്പമില്ല അറിഞ്ഞിട്ടോ. ഇങ്ങനൊക്കെ ഒരു കാര്യം കേൾക്കണോ, ഈ എല്ലാ ഉടായ്പിലും പോയിട്ട് ചാടൂലേ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. കാരണം ഈ ഒരു ചവിട്ടി എഴുതിയേനെ ഞങ്ങളെഴുതിയേനെ ആൾക്കാർ വിറ്റ് വന്നപ്പോൾ അങ്ങനെ ചെന്ന് പെട്ടതാണ് പൊന്നാര മക്കളെ. ചവിട്ടി മുറിച്ചിട്ട് എന്നോട് പറയാണ് ലാസ്റ്റ് 3500 ഉറുപ്പ്യാണെന്ന്. ഇത് മുറിച്ചും ചെയ്തു, ഇതിപ്പോൾ എന്താ കാട്ടുകയെന്നും അറിയില്ല കേട്ടോ. അങ്ങനെ വാങ്ങി. പിന്നെ എൻ്റെ കെട്ടിയോൻ വന്നിട്ട് എല്ലാം ഒരു സ്വപ്നങ്ങളായിരുന്നു. ആ ഒരു ചവിട്ടിമ്പുള്ള പ്രശ്നങ്ങൾ അല്ലാ, അത് നോക്കുമ്പോൾ ലോക്കലും അതിൻ്റെ അടിയിൽ നിന്നൊക്കെ പൊടിയണമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ദാ മുറ്റടിച്ചു വരാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൂടിയിരുന്ന ടൈമിലാട്ടോ ഈ ഒരു പ്ലാവും പിന്നെ ഇതെന്തിൻ്റെ ചെടിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിച്ചൊന്ന് കമൻറ്റ് ചെയ്യിട്ടില്ലേ. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചില്ല, ബാക്കിയുള്ളതൊക്കെ അറിയും. ഞാൻ മറ്റേ ഗൂഗിളിൽ ഇതിൻ്റെ ഇല ഫോട്ടോ കൊടുത്ത് നമ്മൾ സെർച്ച് ചെയ്യില്ലേ, അപ്പോൾ എന്തൊക്കെയോ ഒരു അൽക്കുലിക്ക് പേരാണ് പറഞ്ഞത്, വെച്ച് പേരെന്നെ മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിച്ചൊന്ന് കമൻറ്റ് ചെയ്തിട്ടില്ലേ. അങ്ങനെ മുറ്റടിച്ചാറിലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ അതാ ഉള്ളു നേരാക്കണം. ഇപ്പോൾ ടൈം എത്രയെന്ന് അറിയാം, 8:45 ആ ഒരു ടൈമായിട്ടായിട്ടുള്ളതും. അപ്പം എനിക്ക് ഈ ഉള്ളത്തെ കാര്യങ്ങൾ ഇനി ലെവലാക്കിയിട്ട് എനിക്ക് കുളിയും നനയൊക്കെ കഴിച്ചാൽ മതി കേട്ടോ. ബാക്കിയുള്ളതൊക്കെ പതുക്കെ ചെയ്തല്ലോ. ഇനിയിപ്പോൾ അതാ ഈ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കണം കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ ചെയ്ത് ഈ വീടിൻ്റെ ഉള്ളിൽ ഇത്ര ശാന്തതായിട്ട് കിടക്കണം എന്താണെന്നറിയോ, എൻ്റെ 2 മക്കളും എൻ്റെ വീട്ടിലാട്ടോ. ഒരു ഇന്നലെ പോയതാണ്. അപ്പോൾ ഓരില്ലാത്തതുകൊണ്ടാണ് ഭയങ്കര ഇതിൽ കിടക്കണം കേട്ടോ. ഓരുണ്ടെങ്കിൽ കുറച്ച് കച്ചറൊക്കെ ആയിട്ടാണ് കിടക്കാറ്. അപ്പോൾ അതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇവിടെയൊക്കെ ഒന്ന് തുടക്കണം. ഇവിടെ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, എന്നാലും തുടക്കണം, എന്നാലും എനിക്ക് സംതൃപ്തി ആവുള്ളൂ. എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നോ എൻ്റെ ഫ്രിഡ്ജാണ്. കാരണം അതങ്ങോട്ട് തുടച്ചിട്ട് നല്ല കണ്ണാടി പോലെ തിളങ്ങും കേട്ടോ. അങ്ങനെ അതാ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ചവിട്ടികളുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ ഇടാനും, വലിയ ചളിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു ലോഡ് തുണികളുണ്ടായിരുന്നു കേട്ടോ മടക്കാൻ. അപ്പോൾ അതൊക്കെ താഴത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ചെടിക്കൊക്കെ
ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ. കാര്യമായിട്ട് ഉമ്മയാണ് ഇതിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കല്. ഞാൻ പിന്നെ മോൾക്ക് കയറിയപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുത്തു എന്നുള്ളൂ. അങ്ങനെ അതാ തുണിയും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ അതാ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞ് ഇനിയിപ്പോൾ കിച്ചണിൽ എന്തായാലും പണിയില്ലല്ലോ, കാരണം ഫസ്റ്റത്തെ ക്ലീൻ ആക്കൽ നമ്മൾ അവിടെ അല്ലേ. അപ്പോൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് അടിച്ചു വാരാനേ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ അതുവിന് കോറ കൊടുക്കണം. അത് കുറേ കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ടൊരു കയ്യിൽ ഇങ്ങോട്ടൊരു കയ്യിൽ, പിന്നത്തെ കയ്യിൽ ഓൻ്റെ തൊള്ളേക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഓരോരോ കൃത്രിമങ്ങൾ എടുത്തിട്ട് അവനക്കൊരു കോറ തീറ്റിക്കുമ്പോഴത്തേന് പെടാപ്പാടാണ്. അങ്ങനെ അതാ ഉള്ളു തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ, പിന്നെ സ്റ്റോപ്പാക്കി. കാരണം ഉള്ളു തുടക്കുമ്പോഴൊക്കെ വീഡിയോസ് എടുത്ത് നടക്കൂല കേട്ടോ. അങ്ങനെ അതാ തുടയും നനയും കുളിയും എല്ലാതും കഴിഞ്ഞ് ഇപ്പോൾ സമയം ഒരു 11:30 അങ്ങനെയൊക്കെ ആകാനായിട്ടുണ്ട് തോന്നുന്നു. ഇനിയിപ്പോൾ എൻ്റെ അതുമോനെ ഉറക്കുക കേട്ടോ. അത്താഴത്തിന് നീച്ചിട്ട് കിടക്കാത്തതുകൊണ്ട് എന്തായാലും വെയിൽ ചൂടാകുമ്പോഴത്തേന് പണികൾ ഒരുങ്ങി ഉള്ളിലേക്ക് കയറാം കേട്ടോ. ഇപ്പോൾ അതാ സമയം 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്നത്തെ ഒരു വീഡിയോസ് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.